ഹലോ ഫ്രണ്ട്സ്, സീമാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ വാർഷിക പൂജയും അതിൻ്റെ ഉത്സവ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ പ്രതിഷ്ഠാ വാർഷിക ദിവസത്തിൻ്റെ തലേ രാത്രിയിലെ കാഴ്ചകളാണ് ഇതൊക്കെ. തിരുമേനി വന്ന് നാളത്തെ ഗണപതി ഹോമത്തിനൊക്കെ വേണ്ടിയിട്ടെല്ലാം തയ്യാറാക്കി വെക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും പൂക്കളും തുളസിയിലൊക്കെ വൃത്തിയാക്കി വെക്കുന്നു. അപ്പോൾ തലേ രാത്രിയിലത്തെ കാഴ്ചകളാണിതൊക്കെ. ഇന്ന് രാവിലെ അഖണ്ഡനാമമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തിരുമേനിയൊക്കെ അവരുടെ ജോലിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വീട്ടിൽ പോയി. പിന്നെ രാത്രിയിൽ തിരുവാതിരയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അടുത്തുള്ള ഒരു ഗ്രൂപ്പിൻ്റെ തിരുവാതിരക്കളിയൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ അതാണ് ഈ കാണുന്നത്. ഇങ്ങനെ ചെറിയ കലാപരിപാടികളൊക്കെ നടത്താറുണ്ട്. പിന്നെ രാവിലെ പ്രതിഷ്ഠാ വാർഷിക ദിവസം രാവിലെ നമ്മൾ ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ നമ്മൾ കലംപൊങ്കൽ ഇടാറുണ്ട്. നമ്മൾ വീട്ടുകാരും കുടുംബക്കാരും നാട്ടുകാരും എല്ലാവരും എന്ന രീതിയിൽ സഹകരിക്കാറുണ്ട്. എല്ലാ വർഷവും നമ്മൾ പ്രതിഷ്ഠാ വാർഷിക ദിവസം ഇവിടെ പൊങ്കാല ഇടാറുണ്ട്. അപ്പോൾ എല്ലാവരും പൊങ്കാലയൊക്കെ ഇട്ടു. പായസമൊക്കെ കണ്ട് തിളച്ച് ശർക്കരയൊക്കെ ഇട്ട് പായസം ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി തിരുമേനി വന്ന് തീർത്ഥം തളിച്ചതിന് ശേഷം നമ്മളത് എടുത്ത് മാറ്റും. അപ്പോൾ എല്ലാവരുടെയും പൊങ്കാല പായസമൊക്കെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മുടെ തിരുമേനി ഇത് തീർത്ഥം തളിക്കാനായിട്ട് വരികയാണ്. നമ്മൾ ഈ എല്ലാ മാസവും ചിത്തിരനാളിലാണ് അമ്പലം തുറന്ന് പൂജയൊക്കെ ഉള്ളൂ. അല്ലാതെ എല്ലാ ദിവസവും അമ്പലം തുറക്കത്തില്ല. ഇതൊരു കുടുംബക്ഷേത്രമാണല്ലോ. അപ്പോൾ എല്ലാ ദിവസവും വിളക്ക് പുറത്തൊക്കെ കത്തിക്കും. മാസത്തിലൊരിക്കൽ അമ്പലം തുറന്ന് പൂജ നടത്തുന്നത് ഈ തിരുമേനിയാണ്, പ്രശാന്ത് തിരുമേനി. ഇദ്ദേഹമാണ് ഞങ്ങളുടെ പൂജാരി. അപ്പോൾ തിരുമേനി വന്ന് പൊങ്കാലയൊക്കെ തീർത്ഥം തളിച്ച് എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. നമ്മളവിടെയൊക്കെ പൊങ്കാല പായസമൊക്കെ എടുത്ത് മാറ്റി അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടതിന് ശേഷം ഇനി നമ്മൾ അടുത്ത പൂജാ പരിപാടികളൊക്കെ തിരുമേനി തുടങ്ങും. ഇനി കലശമാണ്. അപ്പോൾ കലശം തുടങ്ങാനായിട്ട് നമ്മുടെ അമ്പലത്തിൻ്റെ തന്ത്രി ഒക്കെയാണ് വന്നിട്ടുള്ളത്. ഇവർ വാർഷിക പൂജയ്ക്ക് മാത്രമേ തന്ത്രി വരത്തുള്ളൂ. അപ്പോൾ തന്ത്രികളൊക്കെയാണ് കലശം നടത്തുന്നത്. കലശപൂജയാണ് നടക്കുന്നത്. അതിൻ്റെ കൂടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നെൽപ്പറ അളക്കുന്നുണ്ട്. അതും അങ്ങനെ കുറച്ച് ആൾക്കാർ നെൽപ്പറ അളക്കാനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് കലശപൂജ എല്ലാം കഴിഞ്ഞ് അമ്പലത്തിനകത്ത് കൊണ്ടുപോയി ദേവിക്ക് കലശം ആടിയതിന് ശേഷം നമ്മൾ സർപ്പപൂജയ്ക്കുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അമ്പലത്തിനകത്ത് പൂജ കഴിഞ്ഞിട്ടാണ് ഇവിടെ സർപ്പപൂജ നടക്കുന്നത്. അമ്പലത്തിനകത്ത് നമ്മൾ കലശപൂജ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദേവിക്ക് വെള്ളി അങ്കി ചാർത്തുന്നുണ്ട്. എല്ലാ കുടുംബാംഗങ്ങളുടെയും സഹായ സഹകരണത്തോടെയാണ് നമ്മൾ വെള്ളി അങ്കി നിർമ്മിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇന്നാണ് അത് ചാർത്തുന്നത്. പിന്നെ എല്ലാവർക്കുമുള്ള സദ്യകൾ ഇവിടെ റെഡിയാവുന്നുണ്ട്. പാചകക്കാർ സദ്യയുടെ പരിപാടികളൊക്കെ അവിടെ നടത്തുന്നുണ്ട്. പിന്നെ ഈ സ്റ്റേജ് വൈകിട്ട് ഡാൻസ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ദേവിക്ക് വെള്ളി അങ്കി ചാർത്തുന്ന പൂജകളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം കാവിൽ പൂജ തുടങ്ങിയിട്ടുണ്ട്. കാവിൽ പൂജ എല്ലാം കഴിഞ്ഞ് അപ്പോൾ ഉച്ച വരെയുള്ള പൂജകളൊക്കെ അതോടെ സമാപിക്കുകയാണ്. പിന്നെ വൈകുന്നേരം മാത്രമേ ഉള്ളൂ. വൈകുന്നേരം നമ്മൾ ദീപാരാധന, പിന്നെ ദേവിക്ക് പൂമൂടൽ, അതോടുകൂടി നമ്മുടെ വാർഷിക പൂജയുടെ എല്ലാ പരിപാടികളും സമാപിക്കും. അപ്പോൾ കാവിൽ പൂജ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ അന്നദാനം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള തിരക്കിലാണ്. എല്ലാ വർഷവും നമ്മളിവിടെ വിപുലമായ സദ്യകളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ടൊക്കെ ദൂരെ നിന്നൊക്കെ ഉള്ളവർ പൂജയൊക്കെ കഴിഞ്ഞ് അന്നദാനം കഴിച്ചിട്ടൊക്കെ പോവും. ചിലർ വൈകുന്നേരം വരുന്നവരുണ്ട്, രാവിലെ വന്നിട്ട് തിരിച്ചു പോകുന്നവരുണ്ട്. വൈകുന്നേരത്തേ ഉള്ളൂ പൂജകളൊക്കെ. വൈകിട്ട് ദേവിക്ക് കണ്ട പൂമൂടലാണ് നടക്കുന്നത്. ദീപാരാധന കഴിഞ്ഞതിന് ശേഷം ദേവിക്ക് നമ്മൾ പൂമൂടൽ സമർപ്പിക്കുകയാണ്. അതിനുവേണ്ടി ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും കൂടെ ഇരുന്ന് പൂക്കളെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. തുളസിയില, തെറ്റിപ്പൂ, മുല്ലപ്പൂ, താമരപ്പൂ, നമ്മുടെ ജമന്തിപ്പൂ, അങ്ങനെ കുറേ പൂക്കളെല്ലാം നമ്മൾ പിച്ചി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ദീപാരാധന കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദേവിക്ക് നമ്മുടെ തിരുമേനി പൂമൂടൽ നടത്തുവാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണിതൊക്കെ. ദീപാരാധനയും പൂമൂടലും ഒക്കെ കഴിഞ്ഞതോടുകൂടി നമ്മുടെ വാർഷിക പൂജ വളരെ ഭംഗിയായിട്ട് ഇന്നിവിടെ അവസാനിച്ചിരിക്കുകയാണ്. പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി രാത്രിയിൽ നമ്മുടെ കുട്ടികളുടെ ഡാൻസൊക്കെ ഉണ്ട്. നമ്മുടെ കുടുംബാംഗങ്ങളുടെ മക്കളും
ഒക്കെ ചേർന്ന് അവതരിപ്പിച്ച ഡാൻസ് ആയിരുന്നു ഇതൊക്കെ. ക്ലാസിക്കൽ ഡാൻസ് എല്ലാം വളരെ ഭംഗിയായിട്ട് കളിച്ചു. വാർഷിക പൂജകളും ആഘോഷങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഇതുപോലെയൊക്കെ ആഘോഷിക്കാറുണ്ട്. അപ്പോൾ താങ്ക് യു.